ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 24-നൊപ്പം ചേരുകയാണ്. ദീപക് ധർമ്മടം വി ഡി സതീശനുമായി സംസാരിക്കുന്നു തത്സമയം. വിജയകുമാർ, UDF ക്യാമ്പ് ഇന്നലെ മുതൽ വലിയ ആവേശത്തിലാണ്. ഇന്നലെ വലിയൊരു കൺവെൻഷൻ നടത്തി. UDFന്റെ ക്യാമ്പയിന് നായകത്വം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. വളരെ സുസ്മേരവദനാണ്. ഇലക്ഷനിൽ വളരെ ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഫേസ് ചെയ്യുന്നത്. എന്താണ് കാരണം? ഇലക്ഷൻ നമ്മൾ ടെൻഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളൊരു ജോലിയും ചെയ്യാതിരിക്കുമ്പോഴാണ്. നമ്മൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 10,000 വോട്ടാണ് ഇവിടെ ചേർക്കപ്പെട്ട പുതിയതായിട്ട്. അതിൽ 8,000 വോട്ട് ചേർത്തത് UDF പ്രവർത്തകരാണ്. ഒരു 1000-ലധികം പ്രവർത്തകർ സജീവമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ട് ഇവിടെ. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ഞങ്ങൾ നന്നായിട്ട് മണ്ഡലം പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും ബൂത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങളുടെ ആദ്യത്തെ സ്ക്വാഡ് മുഴുവൻ വീടുകളിലെത്തി. എല്ലാ വീടുകളിലും ആ സ്ക്വാഡ് എത്തിയെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അപ്പോൾ പ്രവർത്തകരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് ഞങ്ങൾ അസസ് ചെയ്തു. അപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. ഭൂരിപക്ഷം എത്രയാണെന്ന് ഞാനൊരു 2ാം ഘട്ടം കൂടി അടുത്ത ഒരു സ്കോഡ് കൂടി കഴിയുമ്പോൾ ഭൂരിപക്ഷം എത്രയെന്ന് കൂടി പറയാം. ഉറപ്പായി അങ്ങെടുത്ത സ്റ്റാൻഡിന് കിട്ടിയ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. കാരണം PV അൻവറിൻ്റെ കാര്യത്തിൽ അങ്ങെടുത്ത നിലപാടാണ് പൊതുവിൽ ശരിയായ നിലപാടെന്ന് ഇപ്പോൾ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിൽക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തൃണമൂൽ പത്രിക തള്ളുകയും ചെയ്തു. ഈ അൻവർ ഫാക്ടർ നിലമ്പൂരിൽ എങ്ങനെയാണ്? അല്ല, ഞാനെടുത്ത ഒരു നിലപാടല്ല അത്. ഞാൻ UDF യുനാനിമസായി എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനം. UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി. ഞാനത് പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ടൊന്ന് തർക്കിക്കാനോ ഒരു രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചു. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ, രാഷ്ട്രീയം അങ്ങനെയല്ലേ. ഞാൻ ആ രാഷ്ട്രീയത്തെ അങ്ങനെ വഷളാക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ 2 വാചകം പറഞ്ഞത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കാം. ഈ 2 വാചകമാണ് എല്ലാ UDF നേതാക്കളും പറഞ്ഞത്. അത് അവസാനത്തെ UDF യോഗം ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഇതിനൊരു അൺഎൻഡിങ് ആയിട്ട് ഇത് പോകേണ്ട, അനിശ്ചിത്വം വേണ്ട. ഈ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അറിയിച്ചു. എന്നിട്ട് വീണ്ടും ചെയ്താൽ ആ വാതിലങ്ങ് അടച്ചേക്കാൻ എന്നോട് പറഞ്ഞു UDF നേതൃത്വം. അപ്പോൾ അത് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ വാതിൽ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ചർച്ചയില്ല എന്നുള്ള ഉറപ്പാണ്. ചർച്ചയുടെ വാതിൽ അടച്ചു. മറ്റൊന്ന്, അങ്ങ് ടാർഗറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അൻവർ ടാർഗറ്റ് ചെയ്തത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആര്യാൻ ഷൗക്കത്തിലേക്ക് ടാർഗറ്റ് വരുന്നത്. അല്ല, അത് സാധാരണയില്ല. ഞാനതിന് മറുപടി പറയാൻ പോയില്ല. കാരണം അസംബ്ലിയിൽ 150 കോടി രൂപ മീൻവണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാനന്ന് മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് ഇതുപോലത്തെ ഒരു ആരോപണം. കാരണം മന്ത്രിമാർ, സ്പീക്കർ എല്ലാവരും ഇരുന്ന് ചിരിക്കുക, അംഗങ്ങളെല്ലാം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇതുപോലത്തെ ഒരു ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ച് കൊടുത്ത അങ്ങയെക്കുറിച്ച് ഓർത്തിട്ട് ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഉന്നയിച്ച ആളെക്കുറിച്ച് അന്നും പറഞ്ഞില്ല, ഒന്നും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതെൻ്റെ നിലപാടാണ്. പിന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മളെ ആളുകൾ വിമർശിക്കും, നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കും, നമ്മളെക്കുറിച്ച് മോശമായ വാക്കുകൾ പറയും. അതൊക്കെ കേട്ട് ചാടി പുറപ്പെട്ട് അതേ ഭാഷയിൽ സംസാരിക്കാൻ പോകാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു മഹത്വമുണ്ട്. എത്രയോ മഹാരഥന്മാർ ഇരുന്ന സ്ഥാനത്ത് നിയോഗം കൊണ്ട് ഇരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ഈ കസേരയിൽ നിന്ന് പറഞ്ഞാൽ അവരുടെ പേരിനത് കളങ്കം ചാർത്ത് ഞാൻ പറയില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു ലെഗസിയാണ് UDFന്. നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മഹാരഥന്മാരുടെ ഒരു പിന്നരക്കാരുണ്ട് എൻ്റെ പുറകിൽ. ഞാൻ അവരെയൊക്കെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി ഓർക്കുന്ന ആളാണ് ഓരോരുത്തരെയും. അവരെ ഒന്നും പേരിന് കളങ്കം ചാർത്തില്ല. UDFനൊരു മാനമുണ്ട്, UDF പ്രവർത്തകരുടെ കൂടി മാനമാണ്. ആ മാനത്തിനൊരു പോറലേൽപ്പിക്കാൻ ഞങ്ങൾ അൻവർ ഇപ്പോഴത്തെ സ്ട്രാറ്റജി പ്രകാശിന്റെ കുടുംബത്തിൽ പോയി കാണുന്നു. പ്രകാശിന്റെ കുടുംബം തന്നോടൊപ്പമാണെന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ പോയില്ല എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് UDF നേരിടുന്നത്? ഇതൊക്കെ ഓരോ ദിവസത്തെ വാർത്തയല്ലേ. പ്രകാശിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത്? പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞത് കോൺഗ്രസിൻ്റെ മൂവർണ്ണ പതാക പുതച്ച് കിടന്നുകൊണ്ടാണ് മരിച്ചത് പ്രകാശ്. ജീവിതാവസാനം വരെ ആ പ്രകാശിൻ്റെ കോൺഗ്രസ് ആയിരിക്കുന്ന. അതിനേക്കാൾ വലിയ മറുപടി ഞാൻ പറഞ്ഞ അതിനേക്കാൾ വലുതാവുമോ? അതിനേക്കാൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മറുപടി കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം പ്രകാശ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങൾ സമകാലികരാണ്. ഒരേ കാലത്ത് KSU പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് പോയ ഒരാളാണ്. അയാളുടെ ഭാര്യ, അയാളുടെ ആത്മാവ് വരെ എത്ര സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നുണ്ട് അയാളുടെ ഭാര്യ. ഞാൻ അവർ പറയുന്നത് കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി.
എന്ന് ഞാൻ പ്രകാശിൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതാണ് കോൺഗ്രസ് മനസ്സിലായ? ഒരാൾക്കും കോൺഗ്രസ് തകർക്കാൻ പറ്റില്ല. അതാണ് കോൺഗ്രസ് എന്നുള്ള വികാരം. ഈ ഷൗക്കത്തിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, അൻവർ ഫാക്ടർ UDF ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ചില വോട്ടുകളെങ്കിലും പിടിക്കുമെന്ന അഭിമാനത്തോടെ അയാൾ വീണ്ടും വീണ്ടും പറയുന്നു. അല്ല, എല്ലാ കാര്യത്തിലും നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. ഇത് UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ദിവസങ്ങളാണ്. അതിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരാണ് ഞങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അഭിഭാഷകരാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ റോള്. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2026 തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ UDFിൻ്റെ തിരിച്ചുവരവിന് മുന്നോടിയായി നടക്കുന്ന ഇലക്ഷനാണ്. ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ആണുള്ളത്. ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയാണ് നിലമ്പൂരിൽ, പ്രത്യേകിച്ച് മലബാറിൽ തിരുവിതാംകൂറിനേക്കാളും കൊച്ചിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളുള്ള ഒരു സ്ഥലത്തൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അവിടെ വേറെ ഒരു കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ BJPക്ക് പോലും പ്രസക്തിയില്ല. ഏത് മൂന്നാം മുന്നണി എന്ന് പറയുന്ന BJPക്ക്, NDAക്ക് പോലും ഇവിടെ ഇറലവൻ്റാണ് അവർ. ഇവിടെ ഡയറക്റ്റ് ഫൈറ്റാണ്. UDFും LDFും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റാണ്. ഈ ഫൈറ്റിൽ നിങ്ങൾ കാണുന്ന വിഡി പറഞ്ഞു വലിയ വിജയം നേടുന്നുള്ളത്, അതിൽ കാണുന്ന മാൻഡേറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ? പ്രധാനമായിട്ട് ഒന്ന്, സ്ഥാനാർത്ഥിയായിരിക്കാം. ഞങ്ങൾക്കിവിടെ സംഘടനാപരമായ നല്ല മേധാവിത്വമുണ്ട്. ഞങ്ങൾക്കിവിടെ നല്ല വോട്ടുമുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. ആ പരാജയം എന്തുകൊണ്ടുണ്ടായത്? കഴിഞ്ഞ പ്രാവശ്യം LDF ട്രെൻഡ് കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്ന സമയത്താണ് 2500-600 വോട്ടിന് ഞങ്ങൾ തോറ്റത്. ചെറിയ അശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് തോറ്റതെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അത് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അസാമാന്യമായ ടീം വർക്കാണ് നടക്കുന്നത്. ഞാൻ എല്ലാ ഇലക്ഷനും നിങ്ങൾക്കറിയാം, പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പ് ചുമതല പാർട്ടി UDF എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ വിസ്മയിപ്പിച്ച് കളഞ്ഞ സംഘടനാ സംവിധാനമാണ് ഇവിടെ UDFനുള്ളത്. കാരണം പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു റോള് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് നിലമ്പൂരിൽ ജയിക്കണമെങ്കിൽ ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ കൂടെ വേണം. വിഡിക്ക് അതിൻ്റെ ഒരു ഉറപ്പ് എത്രമാത്രം? അതാണ് വലിയ ഉറപ്പുള്ളത്. അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആരെയും ചതിച്ചിട്ടില്ല. ഒരാളെ ചതിക്കില്ല. അവർ കൂടെ നിന്ന് ചെയ്യും. അവരാണ് ലീഡ് ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്യാണ്. അവരുടെ ഒരു ടീമാണ്, മുതിർന്ന നേതാക്കന്മാരുടെ ഒരു ടീം. പിന്നെ ഞങ്ങളുടെ യുവനിരയാണ് കോൺഗ്രസിൻ്റെ യുവനിര. അതിനോട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര യുവനിരയും കൂടി മുസ്ലിം ലീഗ് വിട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവരാണ് ചെയ്യുന്നത്. അവർ നല്ല ടീമാണ്. എല്ലാ സ്ഥലത്തെയും വിജയശില്പികളായിട്ടുള്ള ആളുകളാണ്. അവരാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെയൊക്കെ പരിമിതമായ റോളാണ് ഇതൊക്കെ നോക്കി കണ്ട്. ഇടുക്കി ഇതൊരു യഥാർത്ഥത്തിലൊരു UDFിൻ്റെ തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ടെസ്റ്റാണിത്. തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിത് സെമിഫൈനലാണ് എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ 100 സീറ്റിലധികം നേടി 2026 അധികാരത്തിൽ വരും. അതിൻ്റെ വലിയൊരു പ്രഖ്യാപനമായിരിക്കും നിലമ്പൂര്. ഇവിടെ ഭൂരിപക്ഷം നിങ്ങൾ നോക്കിക്കോ. ഈ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇതേപോലത്തെ വിവാദങ്ങൾ ഇതുപോലെ മുഴുവൻ സമയം എനിക്കെതിരെ എല്ലാ ദിവസവും പത്രസമ്മേളനമായിരുന്നു പാലക്കാട്. ആദ്യത്തെ ഒരു 5-8 ദിവസം അല്ലേ, അത് കഴിഞ്ഞത് മാറി. എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്? ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അപ്പോൾ അതുപോലെ 2021 2600 വോട്ടിന് പിന്നിൽ നിൽക്കുന്നത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മുന്നിലേക്ക് ഭയങ്കരമായി പോകും. ഞാൻ കണക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-ാം ഘട്ടം 2-ാം ഘട്ടം കഴിയുമ്പോൾ 3-ാം ഘട്ടമാകുമ്പോൾ കണക്ക് പറയാം. കാരണം ഇവിടെ കണക്ക് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം അത്ര സംഘടനാ സംവിധാനം ഉള്ളതാണ്. എണ്ണി പറയുന്ന പോലത്തെ ഇതാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല അത്രയും നല്ല ഒരു വർക്കും ഒരു ടീം വർക്കും വലിയ ഒരു സ്പിരിറ്റാണ് നടക്കുന്നത്. എല്ലാവരുടെയും പ്രസ്റ്റീജാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു സംവിധാനം. അവസാനമായി വീഡിക്ക് പ്രേക്ഷകരോട് 24 പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പായിട്ടും മാത്രമല്ല, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഞങ്ങളൊരു അവസരമായിട്ടാണ്. 9 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ, അവരുടെ ദുഷ്ചെയ്തികളെ, കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന അവരുടെ സമീപനത്തിനെതിരായി, കേരളത്തിലെ സാമ്പത്തികമായി തകർത്ത ഈ സർക്കാരിന് എതിരായി, അഴിമതിക്കാരായ ഈ സർക്കാരിനെതിരായി, ഇന്ത്യ ഭരിക്കുന്ന ജനങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ വർഗീയ വിദ്വേഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന BJPയുമായി രാഷ്ട്രീയ ബാന്ധവത്വത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ കേരളത്തിലെ
ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെതിരായി ഒക്കെയുള്ള ഒരു വിചാരണയാണ്. കേരളത്തിലെ ജനങ്ങൾ കൂടി, നിലമ്പൂരിന് അപ്പുറത്തുള്ള വോട്ടർമാരല്ലാത്ത ജനങ്ങൾ കൂടി ഇത് ശ്രദ്ധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസരമാക്കി ഇതിനെ മാറ്റുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും എല്ലാം UDF-ൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കും. താങ്ക് യു VD, താങ്ക് യു. തിരക്കിനിടയിലും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിൽ UDF-ന് വലിയ വിജയമുണ്ടാകും. അത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പിന്നീട് പറയാം എന്നുള്ളതാണ് VD സതീശൻ 24-നോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം, 24.